Hi friends, welcome to another video. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത് സമവാക്യം രൂപീകരിക്കാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമുക്ക് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ഈക്വേഷൻ ഫോം ചെയ്യുക എന്നതിലായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈക്വേഷൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെയും അതിന്റെ വർഗത്തിന്റെയും തുക ആ സംഖ്യയുടെ 10 മടങ്ങാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. ഒരു സംഖ്യ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അറിഞ്ഞുകൂടാ, ആ സംഖ്യയെ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയെ നമുക്ക് എന്തെടുക്കാം, എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഒരു സംഖ്യ, അതിന്റെ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. വർഗം എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നതിനെ സ്ക്വയർ എന്നാണ് പറയുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേസ് ടു 2 ഇട്ട് എഴുതുക. ഓക്കെ, അപ്പൊ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു സംഖ്യ എന്ന് പറഞ്ഞു, ഒരു സംഖ്യ എക്സ് എന്ന് എഴുതി. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ അതിന്റെ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ഇവ രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, തുക എന്ന് പറഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഈ സംഖ്യയുടെ 10 മടങ്ങാണ്. 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മടങ്ങാണെങ്കിൽ നമുക്ക് 2x എന്ന് എഴുതാം. 10 മടങ്ങായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 10x എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകൂടി പറയാം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കോളൂ. ഒരു സംഖ്യ, ഏതാണ് ആ സംഖ്യ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ആ സംഖ്യയെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ഏതോ ഒരു സംഖ്യ, അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇനി അടുത്ത കാര്യം പറഞ്ഞിട്ടുള്ളത് അതിന്റെ വർഗം. വർഗം എന്ന് പറഞ്ഞ സ്ക്വയർ ആണ്, ആ സ്ക്വയർ നമ്മൾ എടുത്തു. അതിന്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുക, ഇതിന്റെ തുക എന്ന് പറയുന്നത് പ്ലസ് ചെയ്യാനാണ് അർത്ഥം വരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ 10 മടങ്ങാണ്, ആ സംഖ്യയുടെ 10 മടങ്ങാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10x. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഇനി ഡിറൈവ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എക്സ് സ്ക്വയർ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു, എക്സ് സ്ക്വയർ പ്ലസ്, ഇവിടെ എക്സ് എന്ന് എഴുതിയിട്ടുള്ളത് നമുക്ക് അവിടെ എഴുതാം, എക്സ് എന്ന് തന്നെ എഴുതാം. ഇനി ഒരു കാര്യം കൂടി പറയാം, എക്സ് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഇവിടെ എത്ര എക്സ് ഉണ്ട്? ഇവിടെ എക്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എത്ര എക്സ് ഉണ്ട് നമുക്കറിയാം. ഇവിടെ 10x എഴുതി, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ 10x ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എത്ര എക്സ് ഉണ്ടെന്നാണ്? 1x ഉണ്ടെന്നാണ്. അപ്പോൾ 1x എന്നും കൂടി വേണമെങ്കിൽ അതിന് എഴുതാം, ഇസ് ഈക്വൽ ടു 10x. ഓക്കെ അല്ലേ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, ആ എക്സിനെ നമ്മൾ എന്ത് എഴുതി? 1x എന്ന് എഴുതി, ഇസ് ഈക്വൽ ടു 10x എഴുതി. ആൻഡ് അഗെയിൻ എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതി, പ്ലസ് ചിഹ്നം അതേപോലെ തന്നെ ഇട്ടു, 1x അതേപോലെ തന്നെ എഴുതി. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 1x അതേപോലെ തന്നെ എഴുതി. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 10xനെ ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ 10x എന്ന് പറയുന്നത് ഈക്വലിന്റെ അപ്പുറത്ത് കിടക്കുന്ന 10xന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈൻ ആണ്. അത് ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താവുന്നത്? -10x ആവും. ഇസ് ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് എല്ലാ സംഭവങ്ങളും തന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്ത് നമ്മൾ LHS സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇവിടെ നിന്നാണ് RH സൈഡിൽ 0 ആണ്. അഗൈൻ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 1x മൈനസ് 10x എന്ന് പറഞ്ഞാൽ എന്താണ്? 1xൽ നിന്ന് 10x കുറച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 9 മൈനസ് 9x ആണ്. -9x ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസും മൈനസും കൂടി ചേർന്നാൽ എന്താ കിട്ടുന്നത്? മൈനസ് ആണ് വരുന്നത്. സോ എക്സ് സ്ക്വയർ മൈനസ് 9x ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഈക്വേഷൻ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈക്വേഷൻ എന്ന് പറയുന്നത്, സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെയും അതിന്റെ വർഗത്തിന്റെയും തുക എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 10 മടങ്ങാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് എ നമ്പർ ആൻഡ് സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ ഈസ് 10 times the number. 10 മടങ്ങാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എഴുതി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ വർഗം, എക്സ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ, അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 10x ആണ് എഴുതി. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതി. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 1x എഴുതി, രണ്ടും സെയിം ആണ്.
ഇവിടെ 10x എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് 10x ആണ്. അത് അതേപോലെ തന്നെ എഴുതി x² പ്ലസ് 1x. ഈ പോസിറ്റീവ് 10x-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും? മൈനസ് 10x ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു 0. ഈ പ്ലസും മൈനസും കൂടി ചേർന്നാൽ എന്താവും? മൈനസ് ആയിട്ട് മാറും. സോ x² മൈനസ് 9x ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ഒരു സംഖ്യയുടെയും അതിന്റെ വർഗ്ഗമൂലത്തിന്റെയും തുക എന്ന് പറയുന്നത് 6 ആണ് എന്നാണ് തന്നിട്ടുള്ളത്. നോക്കാം, ഒരു സംഖ്യ, ആ സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആ സംഖ്യ എന്തായിട്ട് എടുക്കാം? ആ സംഖ്യ നമുക്ക് x ആയിട്ട് എടുക്കാം. ഏതോ ഒരു സംഖ്യ x ആയിട്ട് എടുത്തു. അതിന്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും നമ്മൾ? വർഗ്ഗമൂലം. ഞാൻ എഴുതുന്നില്ല. അതിന്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. ഇവ തമ്മിലുള്ള തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് അതിനെ പ്ലസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 6 ആണ്. 6. ഓക്കെ, മനസ്സിലായി? ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഒരു സംഖ്യ, അതിന്റെ വർഗ്ഗമൂലം, അതായത് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് തമ്മിൽ എന്ത് ചെയ്താൽ മതി? സമ്മ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 6 ആണ് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കറിയാം ഇവിടെ x നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഈ കിടക്കുന്ന ഈക്വലിന്റെ RHS സൈഡിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്ത് കിടക്കുന്ന 6 എന്ന് പറയുന്നത് എന്ത് 6 ആണ്? ഇറ്റ് ഈസ് പോസിറ്റീവ് 6 ആണ്. എന്താണ്? പ്ലസ് 6 ആണ് കിടക്കുന്നത്. അതിനെ നമ്മൾ LHS സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് എന്തായി മാറും? അത് മൈനസ് 6 ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് ഈ പറയുന്ന റൂട്ട് എക്സിനെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കിടക്കുന്ന റൂട്ട് എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് സൈൻ ഉള്ളത്? പോസിറ്റീവ് സൈൻ ആണ്. അത് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്താവും? അത് മൈനസ് റൂട്ട് എക്സ് ആവും. ഇനി നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിന് നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതിന് മുന്നേ നമ്മളൊരു ഈക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ഒരു ഈക്വേഷൻ ആണ്. ഈക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, a മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഈക്വേഷൻ ആണ്. a മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഈക്വേഷൻ. ആ ഒരു ഈക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ എന്ത് എടുക്കുന്നുണ്ട്? x മൈനസ് 6 എടുക്കുന്നുണ്ട്. അത് എന്ത് ഫോർമാറ്റിലാണ്? a മൈനസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. പക്ഷെ നമുക്ക് അതിന് എന്താക്കണം? ഒരു സ്ക്വയറും കൂടി ആഡ് ചെയ്യണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതി x മൈനസ് 6 ഇതിപ്പോ എടുക്കുന്നത് a മൈനസ് ബിയുടെ ഫോർമാറ്റിലാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ക്വയർ ആഡ് ചെയ്തു. LHS സൈഡിൽ നമ്മൾ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? RHS സൈഡിലും ഈ സൈഡിലും എന്ത് ചെയ്യണം? സ്ക്വയർ ആഡ് ചെയ്യണം. ഓക്കെ, സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇവിടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയോ? അതായത് ഞാൻ പറയാണ്, ഒരു 36 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിന്റെ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയായി? റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായി മാറും? 6 ആവും. 6 ആയി മാറും. 6ന്റെ റൂട്ടാണ് 36 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും വാല്യൂ? വീണ്ടും അതെന്തായി മാറും? ഈ പറയുന്ന 36 തന്നെയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് ഒരു സംഖ്യയെ, ഏതൊരു സംഖ്യയെയും ഇപ്പോൾ x എന്ന് പറയുന്ന സംഖ്യ, ഏതോ ഒരു സംഖ്യ, അതിനെ റൂട്ട് ചെയ്തിട്ട് വീണ്ടും അതിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന തുക, അല്ലെങ്കിൽ ആ സംഖ്യ എന്ന് പറഞ്ഞ് വീണ്ടും എന്തിനായിരിക്കും? ആ സെയിം സംഖ്യ തന്നെയായിരിക്കും. അതിൽ ചേഞ്ചസ് ഉണ്ടാവില്ല, ആ സംഖ്യ തന്നെയായിരിക്കും. അതായത് ഒന്നുകൂടി പറയാം, സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ, 4 എന്ന് പറയുന്ന ഒരു സംഖ്യ, അതിനെ റൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 2 കിട്ടി. ഓക്കെ, ഇനി അതിനെ വീണ്ടും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എത്രയാണ്? വീണ്ടും കിട്ടുന്നത് 4 തന്നെയായിരിക്കും. അതായത് ഒരു സംഖ്യയെ, ഏതൊരു സംഖ്യയെയും റൂട്ട് ചെയ്തിട്ട് സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് എന്ത് തന്നെയാണ്? അതെന്ന് പറയുന്നത് ഈ സംഖ്യ തന്നെയാണ്, അതായത് x തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന് പകരം എന്ത് എഴുതാം? x എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതുന്നുണ്ട്. അതായത് മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് x. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം? x എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാനത് അഗെയിൻ ഇവിടെ നിന്ന് ഇത് മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ. ഈ സംഭവത്തിൽ നിന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഇവിടെ തന്നെ എഴുതാലോ ഈ സംഭവത്തിൽ. ഞാൻ അല്ല വേണം, നിങ്ങൾക്ക് സ്റ്റെപ്പ് കാണുമ്പോൾ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. x മൈനസ് 6 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ അടുത്തൊരു പേജിലായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാവുന്ന ഈക്വേഷൻ എന്ന് പറയുന്നത് a മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഈക്വേഷൻ പഠിച്ചു വെക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ x - 6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. a സ്ക്വയറിന് പകരം നമ്മൾ എഴുതേണ്ടത് x സ്ക്വയർ, പിന്നെ എന്ത് ചെയ്തു മൈനസ് ചിഹ്നം ഇട്ടു 2. അതേപോലെ തന്നെ അത് ഇതിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. 2x ഇൻറ്റു 6 അല്ലേ, ബിയുടെ സ്ഥാനത്ത് എടുക്കുന്നത് 6. ഓക്കെ, 2x ഇൻറ്റു 6. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടില്ല. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ബിയുടെ സ്ഥാനത്ത് 6 ആണ്. സോ 6 സ്ക്വയർ, 6 ആണ് കേട്ടോ. ബി എഴുതിയിരിക്കുന്നത് 6 ആണ്, 6 സ്ക്വയർ. ഓക്കെ, ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതി മൈനസ് 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 6 6 2 12 12x പ്ലസ് 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 6 30 6 6 36 ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? എക്സ് ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എഗെയിൻ ഇവിടെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എക്സ് കിടക്കുന്നുണ്ടല്ലോ, ആ എക്സിന്റെ അർത്ഥം എന്താ? എത്ര എക്സ് അവിടെ കിടക്കുന്നത്? ഒരു എക്സ് അല്ലേ. ഓക്കെ, ആ ഒരു എക്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കിടക്കുന്ന എന്ത് എക്സ് ആണ്? പോസിറ്റീവ് ഒരു എക്സ് ആണ് കിടക്കുന്നത്. അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും? മൈനസ് ഒരു എക്സ് ആവും. അത് ഇതിന്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റും. -12 കൂടെ അതിങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? -13x എന്ന് കിട്ടും. അതായത് ഇവിടെ കിടക്കുന്ന 12x കിടക്കുന്നുണ്ട്, ഇവിടുന്ന് ഒരു മൈനസ് എക്സും കൂടി വന്നു. അതായത് ഒരു എക്സ് കൂടി -1x കൂടി വന്നപ്പോൾ അതെന്താവും? -13x ആവും. പ്ലസ് 36 ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 0. അതായത് നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈക്വേഷൻ എന്ന് പറയുന്നത്. ഈക്വേഷൻ അടുത്ത ഒരു ചോദ്യം ചെയ്യാം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 210 ആണ്. അതായത് സിമ്പിൾ ആയിട്ട് ചോദ്യം ഇത്രയേ ഉള്ളൂ. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അതെല്ലാം കൂടി സമ്മ് ചെയ്താൽ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ 210 ആണ്. നമുക്ക് അതൊന്ന് എഴുതാം. നമുക്ക് ഇതറിയാലോ, n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള ഈക്വേഷൻ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. 1a പ്ലസ് 2a പ്ലസ് 3a പ്ലസ് 4a പ്ലസ് 5 ഇതിങ്ങനെ പോകുന്ന സംഖ്യ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടേണ്ടത്? എത്ര കിട്ടണം? ഓക്കെ, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 5 പ്ലസ് 4 9 9 പ്ലസ് 1 10 12 15. എത്ര കിട്ടേണ്ടത്? 15 ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ആ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, എത്ര സംഖ്യകളാണ് നമുക്ക് സമ്മ് കാണാനായിട്ടുള്ളത്? 1 2 3 4 5 5 സംഖ്യകളുടെയാണ് സമ്മ് കാണുന്നത്. 5 എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ ഒന്നിൽ തുടങ്ങുന്ന ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? 5 ഇൻറ്റു n പ്ലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 പ്ലസ് 1. എത്രയാണ് നമ്മൾ സംഖ്യ കാണേണ്ടത്? അത് കേട്ടോ, ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. അപ്പോൾ ആദ്യം നമ്മൾ 5 എഴുതി. 5 ഇൻറ്റു 5 പ്ലസ് 1 6 ഡിവൈഡഡ് ബൈ 2. 6 5 എത്രയാണ്? 30. 30/2 is equal to 15. ഓക്കെ, സോ 15 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഉത്തരം കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതാം. ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം n ഇൻറ്റു n പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? നമുക്ക് 210 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 210 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിലൊരു ഈക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, n ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? n സ്ക്വയർ. പിന്നെ ഇവിടെ കിടക്കുന്ന ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n അല്ലെങ്കിൽ n എന്ന് പറയാം, ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 210 ആണ്. ഓക്കെ, സോ അഗൈൻ n സ്ക്വയർ പ്ലസ് n നമ്മൾ ഈ കിടക്കുന്ന ഡിവൈഡഡ് ബൈ 2 ഉണ്ടല്ലോ, ഈ രണ്ടിനെ എന്ത് ചെയ്യാം? നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് എന്തായി മാറും? 210 അവിടെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഡിവിഷനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ്
n സ്ക്വയർ പ്ലസ് n ഇസ് ഈക്വൽ ടു 210 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 ഇൻറ്റു 2 ദാറ്റ് ഈസ് 0 2 2 4 420 എന്ന് കിട്ടും. ഓക്കെ, സോ 420 എന്ന് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. n സ്ക്വയർ, നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള അതേ സംഭവം എന്താണ്? n സ്ക്വയർ പ്ലസ് n, ഇവിടെ കിടക്കുന്ന 420 ഈക്വലിന്റെ അപ്പുറത്ത്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോസിറ്റീവ് 420 ആണ് കിടക്കുന്നത്. ആ പോസിറ്റീവ് 420 എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത്, അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 420 എന്ന് പറയുന്നത് ഈക്വലിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്താവും? മൈനസ് 420 ആവും. Is equal to 0. So this is our equation. This is our equation. Okay, ഒന്നുകൂടി പറയാം. ഇതുവരെ ചെയ്ത കാര്യം ഒന്നുകൂടി പറയാം. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് സമ്മ് കാണാനായിട്ടുള്ള ഇക്വേഷൻ കേട്ടോ. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് n into n plus 1 all divided by 2 is equal to n into n plus 1 divided by 2 എന്ന് പറയുന്നത്. അത് 210 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. n into n സ്ക്വയർ, പിന്നെ ആ പ്ലസ് നമ്മൾ ആഡ് ചെയ്തു, n into 1 that is n, ഓക്കെ, ഡിവൈഡഡ് ബൈ 2 is equal to 210 നേടി. ഓക്കെ, ഇനി നമുക്കിവിടെ n സ്ക്വയർ അതേപോലെ തന്നെ എഴുതി, പ്ലസ് n അതേപോലെ തന്നെ എഴുതി, 210 ഈക്വലിന്റെ അപ്പുറത്ത് എഴുതി. ഈ ഡിവിഷൻ എന്ത് ചെയ്തു? നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ n സ്ക്വയർ പ്ലസ് n is equal to 420. ഓക്കെ, ഇനി ആ 420നെ അപ്പുറത്ത് എടുക്കുന്ന 420 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, അതിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? അത് മൈനസ് 420 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ഈക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മൾ ഇന്ന് ചെയ്ത് നമ്മൾ സമവാക്യം രൂപീകരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഗൈൻ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ടാണ് ചെയ്തത്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.